ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. ഓക്കെ, റൈറ്റ്. സോ ഇത് സബ്ജക്റ്റിന്റെ ബേസിക് ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഓക്കെ. സോ when it comes to module 6, ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, ഒന്ന് മെയിൻ ടോപ്പിക് എന്താ വെച്ചാൽ ഒന്ന് ഫസ്റ്റ് വൺ ഈസ് ഇന്റർപോളേഷൻ ഫംഗ്ഷൻ. ഇന്റർപോളേഷൻ ഫംഗ്ഷൻ or it is also called a shape function. Okay, so already നമ്മൾ shape function ആണ് already cover ചെയ്ത് കഴിഞ്ഞതാണ്. So your first topic is almost done. So we'll see, we'll look into that once again and then we'll go to the next topic. Okay, principle of minimum potential energy. ഇത് കേട്ടിട്ടുണ്ടോ? Principle of minimum potential energy എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Principle of minimum potential energy കേട്ടിട്ടുണ്ടോ? Anyone? ഏതെങ്കിലും സബ്ജക്റ്റിൽ എവിടെയെങ്കിലും എപ്പെങ്കിലും? യെസ്, ഉണ്ടോ? പക്ഷേ ക്ലിയർ ആവുന്നില്ലല്ലോ. യെസ്, പക്ഷേ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല. Can you repeat? പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ എനിവൺ എവിടെയും കേട്ടിട്ടുണ്ടോ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ? കേട്ടിട്ടില്ല. ഈ ഒരു ടോപ്പിക് കേട്ടിട്ടുണ്ടോ എന്ന് പറയാം. പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ കേട്ടിട്ടുണ്ടോ? പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ, പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ ഉണ്ടോ? എനിവൺ? പ്ലെയിൻ സ്ട്രെസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ കേട്ടിട്ടുണ്ടോ? ശ്രീനാഥ് എന്താണ് പ്ലെയിൻ സ്ട്രെസ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? എനിക്ക് അത്ര അറിയുള്ളൂ. ഞാൻ എന്താണെന്നല്ല ചോദിച്ചത്, നിങ്ങൾ ആ ഒരു ടെർമിനോളജി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേൾക്കുന്നില്ല അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സൗണ്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടോ? ഹലോ, എങ്ങനെ കേട്ടില്ല? ഒന്നുകൂടെ പറ maximum stress acting in a plane. അത് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഓക്കെ, കൺഫ്യൂസ്. പ്രിൻസിപ്പൽ പ്ലെയിൻ, ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് പ്രിൻസിപ്പൽ സ്ട്രെസ്. കറക്റ്റ്. അതുപോലെ വരുന്നൊരു സാധനമാണ്, ഒരു ടെർമിനോളജി ആണ് പ്ലെയിൻ സ്ട്രെസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ. നിങ്ങൾ ഏതെങ്കിലും ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അത് ഏതാണ് സബ്ജക്റ്റ്? ഇല്ല ഇല്ല. ഗണേഷ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അക്ഷയ്, രാജീവൻ? പേര് കേട്ടിട്ടേ ഇല്ല ആരും? ഓക്കെ, സോ നെക്സ്റ്റ്. ഇല്ല, ഒരു സീരിയസ് കൺസേൺ ആണല്ലോ. ഓക്കെ, ഞാൻ പറയാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് യുവർ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ. Constant strain triangle or CST. Okay, and your fifth topic is
ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. പാരാമെട്രിക് ഫോർമുലേഷൻ. ഓക്കെ, പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം പുതുതാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. So, sixth one is Gauss quadrature. The sixth topic is Gauss quadrature. And your last topic is two-dimensional elastic problem. ഇത്രയാണ് നിങ്ങളെ സിലബസിൽ പറയുന്നത്. ഇലാസ്റ്റിക് പ്രോബ്ലം ആണ്, കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ നോക്കാനും മനസ്സിലാക്കാനും. ഓക്കെ, റൈറ്റ്. സോ ഇതില് ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഇന്റർപോളേഷൻ ഫംഗ്ഷൻ, പക്ഷെ നമ്മളത് കഴിഞ്ഞ മോഡലിൽ കവർ ചെയ്തു. അതുപോലെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ടേം വരുന്നത് കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ പാരാമെട്രിക് ഫോർമുലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്. സോ നമ്മളൊരു പേപ്പർ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? AMS-S4 ഒരു പേപ്പറാണ് അല്ലെ? മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെ? അല്ലെ? റെസ്പോൺസ് യെസ് യെസ് യെസ്. സോ അതിന്റെ നിങ്ങളുടെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാം ഒരു കണ്ടീഷൻ. ഓക്കെ, സോ അത് തന്നെയാണ് ഇതും. അവിടെ നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പഠിച്ച അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഒരു ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്താണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. സിമിലർലി മിനിമം പൊട്ടൻഷ്യൽ എങ്ങനെ സ്റ്റിഫ്നെസ് മാട്രിക്സ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ദ പ്ലാൻ ഫോർ ടുഡേ is to complete is to give you an idea of interpolation function the shape to complete the concept related to plane stress and plane strain condition. Okay, so interpolation function or shape function ഒരു റീക്യാപ്പിലേക്ക് പോവാം. സോ അത് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. Interpolation related things തന്നെ ഉണ്ട്. ഓക്കെ, സോ interpolation function or shape function. Okay, so we have seen when you are representing a one-dimensional bar. Okay, so with this two-noded one-dimensional bar element എടുക്കുന്ന സമയത്ത് you can represent the displacement of this one as u of x equal u1 plus n2 u2 എന്നുള്ള ഫോമിൽ നമുക്ക് represent ചെയ്യാം, right? Where this n1 and n2 are called a shape function, interpolation function, or ഇതിനെ തന്നെയാണ് നമ്മൾ interpolation function എന്ന് വിളിക്കുന്നത്. Okay, so n1 and n2 are the interpolation function, and u1 and u2 corresponding displacement at the node 1 and displacement at the node 2. So ഈ ഒരു particular കേസിൽ ഒരു bar element കേസിൽ we have found that n1 is minus x by L and n2 is x by L. Okay, so നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താണ് for a bar element shape function എങ്ങനെ വരുന്നത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ഫംഗ്ഷന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഷേപ്പ് ഫംഗ്ഷന്റെ കേസിൽ നമുക്കറിയാം ഒരു നോഡിന്റെ കേസിൽ യുവർ ഷേപ്പ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0 ആൻഡ് സിമിലർലി ദ നെക്സ്റ്റ് ഷേപ്പ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 1. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾ നോക്കാം. അതിലൊന്ന് ഉള്ളത്. So it is very important topic, interpolation function. So it is also called a shape function. Interpolation function, it's also called a shape function. Okay, also called a shape function since it is used to express the geometry or shape of the element. Okay, so it is used to express the geometry or shape of the element. നമ്മൾ ഓൾറെഡി ഇനിഷ്യൽ കേസിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഒരു കർവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കേസിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ okay, so ഇത് അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ യു റിക്വയർ എ ഷേപ്പ് ഫംഗ്ഷൻ n1 n2 കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിന്റ് ഫസ്റ്റ് നോഡ് സെക്കൻഡ് നോഡ് ഉണ്ടെങ്കിൽ then that is ഒരു ബാർ എലമെന്റ് കേസാണ് നമ്മൾ ആ രീതിയിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, right? Now a shape function or interpolation function is actually used to interpolate field variable here displacements at any non-nodal points inside the element using the values of the nodes. എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ 3-noded ട്രയാങ്കിൾ. ഓക്കെ, ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോഡൽ പോയിന്റ്സ് ആണ്, 2 and 3. ഓക്കെ, സോ ഇത് ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നോൺ നോഡൽ പോയിന്റ് ആണ്. ഇഫ് സപ്പോസ് I want to find out the displacement
നോഡ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് ഒക്കെ നമുക്ക് കണ്ടെത്താം. സോ ഇതിന്റെ നോൺ നോഡൽ പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനമാണ് ഈ ഒരു ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ your displacement u of x comma y can be represented as n1 n1 shape function into x1 plus n2 x2 plus n3 x3. Okay, so മൂന്ന് points ആണുള്ളത്. So n1 is a shape function corresponding to x and y with two variables അല്ലെ. ഒരു 2-dimensional element ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ എക്സും വൈയും കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു മെയിൻ കാര്യങ്ങൾ വെച്ചാൽ എന്തൊക്കെയാണ് ഈ ഷേപ്പ് ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നോട്ട് ചെയ്യണം, ഇതിപ്പോ തന്നെ നോട്ട് ചെയ്യാം. ദ ഷേപ്പ് ഫംഗ്ഷൻ ഹാസ് യൂണിറ്റ് വാല്യൂ at its own nodal points and zero value at other nodal points. Okay, so ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. കാരണം ഒരു ബാർ എലമെന്റ് കേസിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ആ ഫസ്റ്റ് നമ്മൾ ഒരു ബാർ എലമെന്റ് എടുക്കുകയാണെങ്കിൽ n1 എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ബൈ എൽ ആയിരുന്നു, n2 എന്ന് പറയുന്നത് എക്സ് ബൈ എല്ലും ആയിരുന്നു അല്ലെ. സോ ഒരു ബാർ എലമെന്റ് എടുത്തപ്പോ ഇതാണ് എന്റെ ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ് ആയിരുന്നു അല്ലെ. സോ അറ്റ് നോഡ് 1 എന്താണ് ഇത്, ഇങ്ങോട്ടേക്കാണ് എന്റെ എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നെങ്കിൽ എക്സ് ഇസ് 0. അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ത് വരും, n1 എന്ന് പറയുന്നത് 1 minus 0 by L ആയിരിക്കും, which is 1. Okay, now at the same time when x equal to 0 എന്റെ n2 എന്ന് പറയുന്നതായിരിക്കും 0 by L ആണ്. So that is okay. So at node 1 എന്റെ shape function n1 is 1, n2 is 0. At the same time at node 2 എടുക്കുന്ന സമയത്ത് എന്താണ് എന്റെ നോഡ് n1 എന്ന് പറഞ്ഞ 1 minus x by L ആണ്. ഇവിടെ x L ആയി 1 minus L by L എന്ന് പറയും, which is 0. L by L വരും, which is 1. Okay, so നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the shape function has unit value at its own nodal points and zero value at the other nodal point അല്ലെ. എന്ന് വെച്ചാൽ അതിന്റെ നോഡൽ പോയിന്റ് ഫസ്റ്റ് വൺ നിന്ന് n1 അല്ലെ, അതിന്റെ നോഡൽ പോയിന്റ് 1 ആണ്. അപ്പൊ ആ 1 എന്നുള്ള പോയിന്റിൽ n1 സിമിലർലി സെക്കൻഡ് നോഡൽ പോയിന്റ് n1 0 ആണ്, n2 1 ആണ്. റൈറ്റ്, ഇതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. സിമിലർലി the sum of shape function ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഓൾവേസ് ദ സം ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 1. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ അങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയ n1 എന്ന് പറയുന്ന വാല്യൂ ഇൻ ബിറ്റ്വീൻ പോയിന്റിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ L/3 ഡിസ്റ്റൻസ്. ഓക്കെ, സോ അതിന്റെ കേസിൽ n1 0.75 സംതിങ് കിട്ടി, n2 എന്ന് പറയുന്നത് 0.25 സംതിങ് കിട്ടി. ഓക്കെ, ആഡിങ് യു വിൽ ഗെറ്റ് ടോട്ടൽ ഷേപ്പ് ഫംഗ്ഷൻ സമ്മേഷൻ ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കിട്ടും. റൈറ്റ്, the third point is the shape functions are always type at the original interpolation equation. Okay, so നമ്മൾ ഏത് ടൈപ്പ് ഓഫ് interpolation equation ആണോ എടുക്കുന്നത് അത് തന്നെയായിരിക്കും ത്രൂ ഔട്ട് എടുക്കേണ്ടത്. So that is a good point. The shape functions for 2-dimensional elements are 0 along each side of the node, each side that the nodes does not touch. ഇത് നമുക്ക് ഇതിന്റെ CST എലമെന്റ് ഒക്കെ പറയുന്ന സമയത്ത് ഇത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് 4 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർ 4 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ. Shape function has unit value at its own nodal point and zero value at other nodal points. Sum of shape function is always equal to 1. The shape functions are always polynomial of some type as the original interpolation equations. The shape function for 2-dimensional elements are 0 along each side that the nodes does not touch. Okay, ഇത് ഓൾറെഡി കവർ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ലെക്ചർ വീഡിയോ റെഫർ ചെയ്താൽ മതി. എല്ലാം കംപ്ലീറ്റ് ഇതുവരെയുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാർ എലമെന്റിന്റെ കേസിൽ എങ്ങനെയാണ് 1 മൈനസ് എക്സ് ബൈ എൽ വരുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ട് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഫൈൻ, ഓക്കെ അല്ലേ? Okay, so these are the characters. ഇതില് മെയിൻ തിയറി ടോപ്പിക് ആണ് ഈ പറഞ്ഞത്. എന്താണ് ഇന്റർപോളേഷൻ ഫംഗ്ഷനും അതുപോലെ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ. ഒരു ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അഗെയിൻ
പോളിനോമിയൽസിന്റെ കേസിൽ നമ്മൾ ഇത് ഓൾറെഡി കവർ ചെയ്തതാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഓക്കെ, സിമിലർലി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഓക്കെ, സോ അത് ഞാൻ ആദ്യം പറയുന്നില്ല, അവിടെ നോട്ട്സ് എന്തെങ്കിലും റെഫർ എന്തുകൊണ്ട് പോളിനോമിയൽസ് യൂസ് ചെയ്യുന്നത് ഇതും നമ്മൾ കവർ ചെയ്തതാണ്. അതെല്ലാം റെഫർ ചെയ്താൽ ഞാൻ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇൻഫർമേഷൻ ജസ്റ്റ് ആഡ് ചെയ്തു മാത്രം. ഓക്കെ, that completes the first topic, that is interpolation function. Same concept, same കാര്യങ്ങളൊക്കെ തന്നെയാണ്. So that completes your interpolation function. Now we'll move to the next topic, which is plane stress and plane strain. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇത് കവർ ചെയ്തതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച സംഗതി തന്നെയാണ്. So we'll see what it is. Okay. Okay, so plane stress and plane strain. Okay. So നമുക്കത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, അതിൽ ഒരു ബേസിക് പിക്ചർ കിട്ടും. അത് ഞാനത് പറയാം. ഓക്കെ, see that. സൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ പറയണേ, ഒരു മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. ഓക്കെ, problems in 3 dimensions can be really hard work, and it can get very complicated very fast. Fortunately, in a lot of cases, there are some simplifications we can use to reduce a 3-dimensional problem to a 2-dimensional one, making it easier to solve. The 2 main simplifications which are frequently used in solid mechanics are the plane stress and plane strain conditions. In this video, we're going to take a look at plane stress. So what does plane stress mean? A component is said to be in a condition of plane stress when all the stresses are in the same plane. A surprising number of common engineering problems can be approximated to plane stress conditions. It is most relevant for the Let's take a look at an example. To determine whether we could model this perforated plate using plane stress assumptions, it's reasonable to assume that all stresses are acting in the same plane. All of the loads are applied in the same plane, the XY plane, so that's a good. But having all loads acting in the same plane is not enough for the plane stress condition to be met, as we could still have stresses in the z direction. This is with. We know that normal and shear stresses at a free surface are always 0. This means that the stresses on the top and bottom faces of the plate must be. And because this plate is very thin, there can't be much variation in stress through the plate's thickness, meaning that the stresses in the z direction are close the way through the plate. Because the only non-zero stresses are acting in the XY plane, a condition of plane stress applies. The stresses in the z direction are unlikely to be exactly 0. Deciding whether a plane stress condition is applicable will always require a degree of engineering judgment. Why is the plane stress assumption useful? We can answer by taking a look at a stress element in our perforated plate. The stresses at a single point are defined by 6 different stress components. 3 normal stresses, 3 for plane stress conditions, sigma z, tau xz, and tau yz are equal to 0. 6 components defining the stress at a point are reduced to just 3 components, sigma x, sigma y, and tau xy. 2-dimensional problem, which will be much easier to solve. The stress tensor for a 3-dimensional case is a 9 by 9 matrix. Under plane stress conditions, it is reduced to a much more manageable 2 by 2 matrix. Let's look at 2 more examples that might be appropriate to assume plane stress conditions. Pressure vessels can sometimes be modeled using plane stress assumptions. The pressure load generates hoop stresses, which are oriented around the circumference of the vessel, and axial stresses. If the vessel wall is
radial stresses will be close to zero, and plane stress conditions will be applicable. The teeth of a spur gear can also sometimes be modeled using plane stress conditions, if the width of the gear is. So, to summarize, plane stress is a simplification which can be used to turn a three-dimensional into a simpler two-dimensional one by assuming that the stresses in one direction are equal to zero. It is normally applicable for thin structures which are loaded in a plane. Thanks for watching, and stay tuned for more engineering videos. 3 dimensions can be എന്ത് മനസ്സിലായി കണ്ടിട്ട്? എന്താണ് പ്ലെയിൻ സ്ട്രെസ്? എന്താ പറയാം? What exactly is this plane stress? പറഞ്ഞോ, ശ്രീനാഥ് പറഞ്ഞോ. ഇവിടെ എന്തോ ഒരു സൗണ്ട് ഇഷ്യൂ ഉണ്ട്, ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലല്ലോ. ഇങ്ങോട്ട് പറയാം. ത്രീ ഡയമെൻഷണൽ 3D ബോഡീന്റെ 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിന് 1 ആക്സിസിലെ സ്ട്രെസ് 0 അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലത്തിനെ 2D യിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, റൈറ്റ്, യെസ്, ഗുഡ്. അത് പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്ത് പറയാം. സോ നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് റൈറ്റ് കാണാലോ അല്ലേ? ഫിഗർ ഓക്കെ, റൈറ്റ്. സോ ഇവിടെ ഒരു ഏതൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലം എടുത്താലും, ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഒരു കണക്കിന്റെ ഏതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ സ്ട്രെസ് അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഇവിടെ തന്നെ ഈ ഒരു സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഇക്വേഷന്റെ സ്ട്രക്ചർ നമ്മൾ ഏതാണ്ട് ഇത്തരത്തിലായിരിക്കും. ഒരുപാട് ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടി വരും. നമ്മൾ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് സോൾവ് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു 3 ഡയമെൻഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എത്ര വേണം? 9 കോമ്പണൻസ് വേണം അല്ലെ? 9 കോമ്പണൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പോയിന്റിലെ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക അല്ലെ? അറിയണം. ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്, ടോ വൈ എക്സ്, സിഗ്മ വൈ വൈ, ടോ വൈ സെഡ്, ടോ സെഡ് വൈ, സിഗ്മ സെഡ് സെഡ്. ഇത്രയും 9 കോമ്പണൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇതിൽ തന്നെ അതുപോലെ ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബോയിൽ ഡൗൺ ചെയ്ത് നമുക്ക് ഒരു 6 ഇൻഡിപെൻഡന്റ് കോമ്പണൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് സ്ട്രെസ് അറ്റ് എ പോയിന്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു പോയിന്റ് സ്ട്രെസ് തന്നെ, ഒരു പോയിന്റ് സ്ട്രെസിന്റെ കേസ് മാത്രം എടുക്കുമ്പോൾ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഒരു ബാർ എലമെന്റ് 2 നോഡഡ് ബാർ എലമെന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് എത്രയാണ്? ഒരു 2 നോഡുള്ള 3 നോഡഡിന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ 3 നോഡ്സ് ഒരു 3 നോഡഡ് ബാർ എലമെന്റ് എടുത്ത സമയത്ത് നമുക്ക് അറിയാം. സോ 3 നോഡ്സ് ഉണ്ടായിരുന്നത്, 3 നോഡിലും 3 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് വരും. അപ്പൊ തന്നെ 3/3 മെട്രിക്സ് ആയിരുന്നു എന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെ? ഇനി അതുപോലെ ഞാൻ നമ്പർ ഓഫ് നോഡ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഇക്വേഷനും ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട്
ഇത്തരം പ്രോബ്ലംസ് ആക്ച്വൽ 3 ഡയമെൻഷനിൽ തന്നെ ഒരു പ്രോബ്ലം എടുത്തിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഈവൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയറും കാൽക്കുലേഷൻസ് അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ ടൈം കൺസ്യൂമിംഗും ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് വരിക. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇത്തരം 3 പ്രോബ്ലം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമ്മൾ 2 ഡയമെൻഷണൽ പ്രോബ്ലത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, സച്ച് ദാറ്റ് വിൽ ഗെറ്റ് ആൻ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ. ഓക്കെ, സോ എങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ പ്രോബ്ലത്തിനെ നമുക്ക് 2 ഡയമെൻഷണൽ ആക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണ്, രണ്ടാമത്തത് പ്ലെയിൻ കണ്ടീഷൻ ആണ്. ഓക്കെ, ഒന്ന് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണ്, രണ്ടാമത്തത് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനുമാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ. ഓക്കെ, സോ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ വീഡിയോയിൽ കണ്ടത്. ഓക്കെ, സോ അത് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. സ്ട്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് വരിക. സോ ഇതിനെ അപ്പൊ ഏത് രീതിയിലാണ് ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഒരു ലോജിക്കലി നമുക്കൊരു 2 ഡയമെൻഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അതിന്റെ ഇത്തരം ഒരു കോമ്പണന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു പെർഫറേറ്റഡ് പ്ലേറ്റ് പോലുള്ള ഒരു കോമ്പണന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു തിൻ പെർഫറേറ്റഡ് പ്ലേറ്റ് ആണ് അല്ലെ. എടുക്കാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരു തിൻ പ്ലേറ്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സോ ഇത്തരത്തില് ഒരു പ്ലേറ്റ്, സോ ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് വാല്യൂസ്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും രീതിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന, ഫോർ എക്സാമ്പിൾ ഇതിനൊരു ആക്സിയൽ ലോഡ് കൊടുക്കുന്ന കേസ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ലോഡ് 2 സൈഡിൽ നിന്ന് വരുന്ന ഒരു കേസ്. ഓക്കെ, ഒരു പെർഫറേഷൻ അതിന്റെ അകത്തുണ്ട്. ഓക്കെ, സോ ഇതിന്റെ അകത്ത് വരുന്ന സ്ട്രെസ് ഡീറ്റെയിൽസ് പഠിക്കണമെങ്കിൽ ആക്ച്വലി ഇതൊരു 3 ഡയമെൻഷണൽ മെറ്റീരിയൽ അല്ലെ. എന്ത് ചെയ്യുന്ന വെച്ചാൽ, സോ ഈ ഒരു പ്രോബ്ലത്തിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സോ ഇഫ് ദ തിക്നെസ് ഇസ് വെരി സ്മോൾ, ഓക്കെ, സോ യു കൻ സി കമ്പയർഡ് ടു ദ അതർ ഡയമെൻഷൻസ് ദ തിക്നെസ് very small. Okay, so when the thickness is very small, we can assume that the thickness ഇല്ലാത്തൊരു 2 ഡയമെൻഷണൽ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഒരു കേസിന് തിക്നെസ് മറ്റ് ഡയമെൻഷൻസ് ബേസ് ചെയ്തിട്ട് തിക്നെസ് വളരെ കുറവായ കേസുകളെ നമ്മൾ 2 ഡയമെൻഷണൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാലും വലിയ വേരിയേഷൻസ് ഒന്നും ആൻസറിൽ വരില്ല. ഓക്കെ, സോ ദിസ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി, അല്ലെങ്കിൽ യു ക്യാൻ ചേഞ്ച് ഇറ്റ് ടു എ 2 ഡയമെൻഷണൽ കേസ്. തിക്നെസ് കുറവായിട്ട് വരുന്ന കേസുകളെ 2 ഡയമെൻഷനിലേക്ക് മാറ്റുന്ന പ്രോസസ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ പറയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, സോ ഇത് ഞാൻ എന്റെ എക്സ് ആക്സിസ് ആയിട്ടും ഇതെന്റെ വൈ ആക്സിസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെർട്ടിക്കൽ വരുന്നത് സെഡ് ആക്സിസും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, തിക്നെസ് ആക്സിസ് സംഭവിക്കുന്ന ചോദിച്ചാൽ യുവർ സിഗ്മ സെഡ് ആക്സിസിൽ ഉണ്ടാവുന്ന സ്ട്രെസ് വാല്യൂസ് എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ടു 0, കാരണം ഇതെന്റെ സെഡ് ആക്സിസ് ആണ്. തിക്നെസ് വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്ന സ്ട്രെസ് വാല്യൂ ബോട്ടത്തിലും ടോപ്പിലും എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കില്ല. ദർ വിൽ ബി സം എക്സാക്ട് വാല്യൂ, പക്ഷെ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ടെൻഡിങ് ടു 0, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ദ വാല്യൂ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. സിഗ്മ സെഡ് കോമ്പണൻസ് ഓഫ് സ്ട്രെസ്സസ്, സിഗ്മ സെഡ് ടോ ZX ഉം അതുപോലെ ടോ ZY യും ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞു നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എത്ര ഇക്വേഷൻസ് വേണമായിരുന്നു? ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ തന്നെ 9 ഇക്വേഷൻസ് വേണമായിരുന്നു, അല്ലെങ്കിൽ 6 ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ആവശ്യമുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാല്, will boil down to the 3 unknowns, അല്ലെങ്കിൽ 6 unknowns. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാലേ സ്ട്രെസ് അറ്റ് പോയിന്റ് ആവുള്ളൂ വരുന്നുള്ളൂ. അപ്പൊ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ അതെന്താവും? സോ അത് ഇത്തരത്തിലൊരു ചെറിയൊരു 2x സോ ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഈസിലി. ഓക്കെ, സോ ഇതാണ് ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. സോ wherever thickness is very less, അല്ലെങ്കിൽ പ്ലേറ്റിന്റെ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ wherever the thickness is small, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ തിക്നെസ് വരുന്ന എല്ലാ കേസുകളും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ get approximately good answer in the negative. Okay, so that is all about plane stress condition. Okay, so basically എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ബീംസിന്റെ തിൻ
ആണ് ഈ ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ യൂസ് ചെയ്യുക. ബീംസ് അല്ലെങ്കിൽ തിൻ പ്ലേറ്റ് എന്നൊക്കെ കേസിലാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് സൊല്യൂഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എന്താണെന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചാൽ, സോ പ്ലെയിൻ നോട്ട് ചെയ്യാം, പ്ലെയിൻ സ്ട്രെസ് condition. Okay. So it is an analysis of stress condition. It is an analysis of stress condition in one plane only. In one plane only. That is stresses in the third direction are neglected. Okay, that is your sigma zz, tau zx, tau zy taken. Okay, now to analyze the stress, now standard equation of stress is equal to some Young's modulus E, E strain ആണ്. Now here your E matrix അല്ലെങ്കിൽ constitutive matrix എന്ന് പറയും. Okay, ഇത് 2 stress is equal to Young's modulus into strain എന്ന് പറയാം. അല്ലെങ്കിൽ ശരിക്കും ഇത് ഒരു വലിയൊരു മാട്രിക്സ് ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും. Young's modulus ഇങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഇതിൽ പഠിക്കുന്നുണ്ട്, AMS പഠിക്കുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? സോ ഒരു കോൺസ്റ്റന്റ് ഡി ഈസ് യുവർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് എന്ന് പറയണം, കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ്. ഓക്കെ, and this d value is actually equal to E divided by 1 minus mu square into 1 gamma 1 0 0 0 1 minus gamma by 2 is your D constitutive matrix, D matrix. Okay, so ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സ്ക്രീൻഷോട്ട് എടുക്കാം. Sigma is D, where D is your constitutive matrix and D value is E by 1 minus gamma square into 1 gamma 0 gamma 0 minus gamma by 2. Okay, so ഇതൊക്കെ നിങ്ങൾ AMS പഠിച്ചതാണ്. AMS ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്യുന്ന സാധനങ്ങളാണ്. പ്ലെയിൻ സ്ട്രെസ്, പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ ഫൈനൽ സ്ട്രെസ് എല്ലാം പഠിക്കുന്നൊക്കെ. ഓക്കെ, ഫൈൻ. കൂടെ ഇല്ലേ? മനസ്സിലായില്ല? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇഷ്യൂസ്? ഇല്ല സർ. ഓക്കെ, അപ്പോ so ഇതാണ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ യുവർ തിക്നെസ് is neglected or thickness is considered to be 0. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എനിക്ക് 3 ഡയമെൻഷൻ പ്രോബ്ലത്തിന് ഒരു 3 ഡയമെൻഷൻ പ്രോബ്ലത്തിന് 2 ഡയമെൻഷൻ മാറ്റി ആദ്യം ഞാൻ എന്ത് ചെയ്തു? തിക്നെസ് നെഗ്ലിജിബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരു 2 ഡയമെൻഷൻ പ്രോബ്ലം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ സ്ട്രെസ് വാല്യൂസ് 0 2/2 മാട്രിക്സ് ആക്കി മാറ്റാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ? എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ഒരു അസംഷൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താ ഓപ്പോസിറ്റ് ആണെന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കാം? എന്താണ് നിങ്ങളൊരു ഗസ് അല്ല, ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചത്. എന്നാലും പറഞ്ഞോ. ഒരു ഡയറക്ഷനില് സ്ട്രെയിൻ 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലത്തിന് 2D യെസ്, ഓക്കെ, യെസ്, പറഞ്ഞ കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. സോ എന്ന് വെച്ചാൽ അപ്പൊ എപ്പോഴാണ് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാം? ഇൻ ടേംസ് ഓഫ് എന്താ? ഫസ്റ്റ് കേസിൽ തിക്നെസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. രണ്ടാമത്തെ എങ്ങനെയായിരിക്കും? കമ്പാരിറ്റീവ്ലി ലാർജർ തിക്നെസ് ഉള്ള ബോഡിയിൽ
ഇതെല്ലാം വളരെ ലാർജ് ആണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞു 3-dimensional പ്രോബ്ലത്തിന് when the thickness is very small, you'll go with the, and the thickness is very 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 large, we'll go with the plane strain condition. അപ്പൊ എന്താണ് plane strain condition എന്ന് പറയും? സോ അത് മനസ്സിലാക്കാൻ നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം ഡാമിന്റെ സ്ട്രക്ചർ അല്ലെ. സോ ഒരു ഡാം എന്ന് പറയുന്നത് ഏതാണ്ട് എന്താ പറയുക അത്ര നല്ലതല്ല. സോ ഏതാണ്ട് ഡാം ഉണ്ടാവും അല്ലെ. ഒരു ഡാമിന്റെ ഭിത്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇതൊക്കെ വാട്ടർ ബോഡി ഉണ്ട്, ഇങ്ങനെ തഴഞ്ഞിരിക്കുന്ന ഒരു ഡാമാണ്. ഓക്കെ, ഈ ഒരു ഡാമിന് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും അല്ലെ, ശരിയല്ലേ? ഒരു ഹൈ പ്രഷർ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഈ പ്രഷർ കൊണ്ട് ഇതിന്റെ അകത്തൊരു സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതുകൊണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഡാമിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഇവിടെ ഒരു ഹൈ ഫോഴ്സ് ഉണ്ട്, ഒരു ഹൈ, അതുകൊണ്ട് തന്നെ ഹൈ സ്ട്രെസ് വാല്യൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെയിൻ in this direction. Okay, so epsilon x. Okay, similarly ഇതിന്റെ width direction it will experience some epsilon y, ഒരു value it will experience in this direction. ഇനി ഈ ഒരു ഡയറക്ഷനിലോ എന്തായിരിക്കും, എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? ഞാൻ ഈ പറയാണ്, ഒരു ഹൈ പ്രഷർ കൊണ്ട് ഈ എക്സ് ഉണ്ടാവും, എപ്സിലോൺ വൈ ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഈ ഡാമിന്റെ ലെങ്ത് ഡയറക്ഷൻ എന്താണ് സംഭവിക്കുക? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ ലെങ്ത് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ Z ഡയറക്ഷനിൽ സ്ട്രെയിൻ ഉണ്ടാവുമോ ഇല്ലയോ? ഇതാണ് തിക്നെസ്. ഉണ്ടാവോ? നെഗ്ലിജിബിൾ ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും. ആ ഇവിടെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു വളരെ ചെറിയൊരു സ്ട്രെയിൻ 0.01 ഉണ്ടെന്ന് വിചാരിക്കാം. അതേപോലെ ഈ ഒരു പോയിന്റ് 0.001 mm സ്ട്രെയിൻ ഉണ്ടെന്ന്. ഇവിടെ നോക്കിയേ, Z ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്താ, ലെങ്ത് വളരെ ഹൈ ആണ് അല്ലെ. സോ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? 0.0 something ഇങ്ങനെ കിട്ടും അല്ലെ. സോ ഇറ്റ് ഈസ് വെരി 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 മച്ച് നെഗ്ലിജിബിൾ. ഓക്കെ, സോ wherever your thickness is very 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 large, is very, in those cases you can go with the plane strain condition, and the plane strain condition states that the strain acting on along the direction any of the, so strain acting on the Z direction and its strain components will be equal to 0. That means epsilon ZZ will be equal to 0, epsilon Z equal to 0, and epsilon ZY is equal to 0. Okay, and this actually reduces the equation into a matrix. Okay, so you can apply this condition. That means your strain values corresponding to the Z axis is 0. Okay, so ഇതാണ് രണ്ട് കണ്ടീഷൻ. പ്ലെയിൻ സെഡിന്റെ കോമ്പോണൻസ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂസ് എല്ലാം 0 ആണ്. അതേപോലെ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനിലാണെങ്കിൽ സെഡിന്റെ കോമ്പോണൻസ് ആയ സ്ട്രെയിൻ എല്ലാം, ഇത്രയേ ഉള്ളൂ. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എപ്പോഴാണ്? തിക്നെസ് വളരെ കുറവായ കേസുകളിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ ചെയ്യുന്നത് എന്താ, 3-dimensional പ്രോബ്ലത്തിനെ 3-dimensional പ്രോബ്ലം ആക്കി മാറ്റാണ് അല്ലെ. ഈ 2-dimensional ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡാണ്. ഒന്ന്, തിക്നെസ് വളരെ കുറവാണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ എന്ത് ചെയ്യും, പ്ലെയിൻ കണ്ടീഷനിലേക്ക് പോകും. തിക്നെസ് ഭയങ്കര ലാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ നമ്മളൊരു പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലത്തിലേക്ക് മാറ്റും. പ്ലെയിൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ, തന്നെ ആ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ വാല്യൂസ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ യു ക്യാൻ ടേക്ക് ദ സ്ട്രെയിൻ അലോങ് ദോസ് ഡയറക്ഷൻ ഈക്വൽ ടു 0. ഓക്കെ, സോ ദിസ് ആപ്ലിക്കേഷൻസിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ലോങ് ട്യൂബ് എടുത്ത് വിചാരിക്കാം, ഇത്തരത്തിലുള്ള ഒരു ലോങ് ട്യൂബ്. സോ ഇതിന്റെ അകത്തുണ്ടാവുന്ന ഒരു പൈപ്പ് അല്ലെ. സോ ഇതിന്റെ അകത്തുണ്ടാവുന്ന അനാലിസിസ് ആണ് എന്താ, എല്ലാ ഡയറക്ഷനിലും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ എല്ലാ ഡയറക്ഷനും ഈക്വൽ ആയിട്ട് പ്രഷർ ആക്ട് ചെയ്യണം. സോ ഇത്തരം കേസുകളിൽ ദ സ്ട്രെയിൻ ആക്ടിംഗ് ഓൺ ദിസ് Z ആക്സിസ് ക്യാൻ ബി ടേക്കൺ ആസ് 0. Your 3-dimensional problem will reduce to a 2-dimensional problem, something like this. Okay, so in the length part we are neglecting, and problem. Now this 2-dimensional problem you can solve easily, right? So that is the concept of plane stress and plane strain condition. Now I hope it is clear. In either case, your plane strain condition, the equation, your stress equation is sigma is equal to some constitutive matrix
where your constitutive matrix D is equal to E divided by 1 plus mu into 1 minus 2, 1 minus mu, mu 0, mu 1 minus mu 0, 0, 0, 1 minus 2 mu by 2. This is the Poisson's ratio, right? Okay, this is the equation. Okay, so yeah. ഇത്രയാണ് plane stress and plane strain condition. Clear? Yes, sir. Okay. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് കൂടാതെ ലാബ് സെഷൻ ഇന്ന് നടത്താനാണ് ഉദ്ദേശിച്ചത്.